ഇത് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കോവിഡ് കാലത്ത് നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ റിസൾട്ട് നമ്മളോട് പറയണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പൂ, ജാതിക്ക, കറുകപ്പട്ട, സിനമൺ സ്റ്റിക്ക്, പിന്നെ മത്തങ്ങ അരി, നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മത്തങ്ങയുടെ അരി, പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്ക് പൊടി, 1 സ്പൂണ് പഞ്ചസാര. ഇതാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്കൂപ്പ് വനീല ഐസ്ക്രീം, പാല്, 1/2 ലിറ്റർ പാല്, ഇത്ര സാധനങ്ങളാണ് നമ്മളിതിന് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുകപ്പട്ട ചെറുതായിട്ട് ഞുറുക്കി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജാതിക്ക, അത് ചെറിയ ജാതിക്കയാണ് ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ വലിയ ജാതിക്ക ആണെങ്കിൽ ഒരു പകുതി ജാതിക്ക മാത്രം മതി. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു അല്ലെ കരയാമ്പൂ എന്ന് പറയുന്ന അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സി ഒന്ന് പൊടിച്ചെടുക്കാം. അതൊരു നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്കെടുക്കാം. ഇത് നല്ല ഒരു പൊടിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൗഡർ നമുക്ക് ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂണ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി, 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസിന് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്, മത്തങ്ങ. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മത്തങ്ങ 2 സ്ലൈസായിട്ട് എടുത്ത് ഞാനതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്കുപൊടിയും നമ്മുടെ ആ പൊടിച്ചെടുത്ത പൊടിയും കൂടെ ഉള്ളത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് അധികം വേണ്ട, അതിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡ്രൈ പംകിൻ സീഡാണ് ഇടേണ്ടത്. പക്ഷേ ഞാനിപ്പം പച്ച പംകിൻ്റെ സീഡ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പച്ചക്ക് തന്നെ ഉള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് കാച്ചിയ പാല് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ വെച്ചത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ നല്ലതായിട്ട് നല്ല ജ്യൂസ് ടൈപ്പിലേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മത്തങ്ങയുടെ അരി, പുഴുങ്ങിയ മത്തങ്ങ, വേവിച്ച മത്തങ്ങ ഇതൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിത് നല്ലതായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പൈസി പംകിൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. ആയുർവേദത്തിലൊക്കെ പറയുന്ന സ്പൈസസ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ജാതിക്കയുണ്ട്, ഡ്രൈ ജിഞ്ചർ പൗഡറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഈ കാലഘട്ടത്ത് ഫലപ്രദമായ ഒരു ജ്യൂസാണിത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് സെർവിങ് കണക്കാക്കിയാണ്. അപ്പം നമ്മൾ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുള്ളവർ കൂടുതലായിട്ട് ഇതെടുക്കണം. ഇതൊരു നല്ല ജ്യൂസാണ്, ഹെൽത്തി ജ്യൂസാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഈ കാലഘട്ടത്തിൽ നല്ലതായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള സ്പൈസസ് ഇട്ട്, ഇന്ത്യൻ സ്പൈസസ് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു ജ്യൂസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ഗാർണിഷായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് അല്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. വളരെ ചെറിയൊരു ഇത് മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പം വീണ്ടും നല്ല യാത്രകളും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കണ്ടുമുട്ടാം എന്ന് സ്നേഹപൂർവ്വം
ലിജു.